വീഡിയോ നിങ്ങളുടെ സുഹൃത്തിന് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വാച്ച് ദി വീഡിയോ ടിൽ ദ എൻഡ് ആൻഡ് ഷെയർ ഓൾസോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എന്ന് പറയുന്നത് അതായത് NRI ഡിമാറ്റ് അക്കൗണ്ട് പറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൽ ആരെങ്കിലും വിദേശത്ത് പ്രവാസികളായിട്ടുള്ളവരുണ്ടാവും, അവർക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. പ്രൗഡ് അക്കൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ NRI ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്കറിയാം, നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ പുറത്തുള്ളവർക്കും ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ളവർക്കും ട്രേഡിങ് ചെയ്യാവുന്നതാണ്. അതിനാണ് നമ്മൾ NRI ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അവരുടെ നാട്ടിലുള്ള സ്പൗസിൻ്റെയോ സിബ്ലിങ്സിൻ്റെയോ പേരൻസിൻ്റെയോ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്താൽ അത് തന്നെ യൂസ് ചെയ്യാണ് സാധാരണ പതിവ്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് NRI ഡിമാറ്റ് അക്കൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൂഫും കാര്യങ്ങളും വെച്ച് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് ബാങ്കുകളോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഒരുപാടുണ്ട്, ആ ആപ്പുകൾ. അതിൽ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് അത് ചാർജ് വൈസ് നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പ്രോസസ്സ് അതാണ്. അതിനുശേഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് RB നിർദ്ദേശിക്കുന്ന, അതായത് അവർ NRI ആണെന്ന് തെളിയിക്കുന്നുള്ള അത്രയും ഡേറ്റ് നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ആ ഒരു NRI ആണ് നിങ്ങളെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ വിസ കോപ്പി, അതുപോലെ നിങ്ങൾ അവിടെ റെസിഡന്റ് ആണെങ്കിൽ ആ ഒരു അഡ്രസ് പ്രൂഫ്, അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് NRE ഓർ NRO അക്കൗണ്ട് ആയിരിക്കണം. നിങ്ങളുടെ നാട്ടിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആവാൻ പാടില്ല. അപ്പോൾ NRE ഓർ NRO അക്കൗണ്ട് ആയിരിക്കണം. അതാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ അതിനൊരു ഫോം നമുക്ക് ഫില്ല് ചെയ്യണം. അതുപോലെ നമ്മുടെ KYC ഡീറ്റെയിൽസ് പൂർത്തിയാക്കണം. അതായത് ആധാർ, പാൻ കാർഡ്, ആ ഡീറ്റെയിൽസ് എല്ലാം പൂർത്തിയാക്കി ആധാർ OTP കൊടുത്ത് നമ്മുടെ ഒരു സെൽഫി, അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിയണം. അതിനുശേഷം നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നോർമൽ ഡിമാറ്റ് അക്കൗണ്ടിനേക്കാളും വിട്ട് ചാർജുകൾ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ പലതരം നമ്മളിപ്പോൾ ഫസ്റ്റുള്ള ഓപ്പണിങ്, മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ ബ്രോക്കറേജ്, ഇതെല്ലാം സാധാരണ നമ്മുടെ ഇതിലും വരുന്നതാണ്, നോർമൽ ഡിമാറ്റ് അക്കൗണ്ട് വരുന്നതാണ്. അതിനെ വിട്ട് വരാൻ സാധ്യതയുള്ള ഈ ട്രാൻസാക്ഷൻ ചാർജ്, കസ്റ്റോഡിയൻ ചാർജ്, DP ചാർജ്, ഇനാക്ടിവിറ്റി ചാർജ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ്, SMS ചാർജ്, ഇതെല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഈ ചാർജുകളെല്ലാം എക്സ്ട്രാ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല ആപ്പുകൾ അല്ലെങ്കിൽ പല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് അതൊരു പ്ലാൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു NRI ട്രേഡിംഗ് പ്ലാൻ. അപ്പോൾ ആ ഒരു ചാർജസ് വാച്ച് ചെയ്ത് കറക്റ്റ് വെരിഫൈ ചെയ്ത് കുറവുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. കാരണം ചാർജ് സാധാരണ കൂടുതലാണ്. നമ്മൾ ഓപ്പണിംഗ് ചാർജ് ആയാലും ഇതിലും നമ്മൾ സാധാരണ എടുക്കുന്നതിന് വിട്ട് കൂടുതലായിരിക്കും ഇപ്പോഴും. അതേപോലെ തന്നെ എവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം, നമ്മൾ ബാങ്കുകൾ അത് ലിങ്ക്ഡ് ചെയ്തിട്ടുള്ള ICICI ബാങ്ക്, HDFC, ആക്സിസ്, കോട്ടാക്, SB ക്യാപിറ്റൽ സെക്യൂരിറ്റി, ഇതിലെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നിങ്ങൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ സെറോദ, പ്രോസ്റ്റോക്സ്, ഫയേഴ്സ്, ട്രേഡ് പ്ലസ്, ഇങ്ങനെയുള്ള ആപ്പുകളും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് സെറോദയിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. അല്ലാതെ തന്നെയുള്ളത് ഇപ്പോൾ ഈ ട്രേഡ് പ്ലസ് എല്ലാം നല്ലൊരു പ്ലാൻ കൊടുക്കുന്നതാണ്. ചാർജുകൾക്കെല്ലാം നല്ലൊരു പ്ലാൻ ആയിട്ടാണ് NRIസിന് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് അവർക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ പറയുന്ന പോലെ വിദേശികൾ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് അവർ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ അവർക്കും ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാതാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.